അല്ല, ഇനി പ്രത്യേക സൗന്ദര്യം ഉണ്ടാകാൻ എന്താ കാരണം? എന്ത് സൗന്ദര്യം? നിനക്കിതൊക്കെ വെറുതെ തോന്നുന്നതാ. ആ, ഇനി ചമ്മല് നാണോന്നും വേണ്ട. സംഗതിയെ എനിക്ക് മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായിന്നാ? വാ. അയ്യേ, ഈ പെണ്ണിന് ഒരു നാണവുമില്ല. ചേച്ചി, പ്രായം കൊണ്ട് ഞാൻ അനിയത്തിയാണെങ്കിലും ആദ്യം കല്യാണം നടന്നതേ എനിക്കായിരുന്നു. അത് മറക്കണ്ട. ഇവളുടെ ഒരു കാര്യം. ബഹളം കൂട്ടാതിരിക്കെ. കുട്ടൻ ഉറങ്ങുന്ന കണ്ടില്ലേ? കുട്ടന്റെ ഉറക്കം നഷ്ടപ്പെടും. അയ്യോ, സോറി ചേച്ചി. സിദ്ധേട്ടൻ ഉറങ്ങുന്നതേ ഞാൻ ഓർത്തില്ല. സോറി. പാവത്തിന് നല്ല ക്ഷീണം കാണുമല്ലേ? ഇറങ്ങി പോകുന്നുണ്ടോ നീ ഇവിടുന്ന്? എന്തായാലും ചേച്ചിക്ക് സന്തോഷായല്ലോ. ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന് ചേച്ചിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവുമല്ലേ? കുട്ടനൊപ്പം എങ്ങനെ ജീവിച്ചാലും ആ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും ഗോപു. അത്രമാത്രം കുട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ 10 മടങ്ങായി ഞാനും കുട്ടനെ സ്നേഹിക്കും. സ്നേഹം എന്ന ഔഷധം കൊണ്ട് ഞാൻ എന്റെ കുട്ടന്റെ അസുഖം എല്ലാം പൂർണ്ണമായിട്ടും ഭേദമാക്കിയെടുക്കും. പവിത്രമായൊരു ബന്ധമായിരുന്നു ഞാൻ കണ്ടത്. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇന്നലെ രാത്രി എല്ലാ അർത്ഥത്തിലും ഞാൻ എന്റെ കുട്ടന്റേതായി മാറിയതില് ആത്മനിർവൃതിയും സന്തോഷമുണ്ട്. ചേച്ചിയുടെ സന്തോഷം കാണുമ്പോ എനിക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. ചേച്ചിയുടെ ജീവിതം എവിടെ എത്തിച്ചേരുമെന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ചിന്തകൾ മാറി തുടങ്ങിയിരിക്കാം. സിദ്ധേട്ടനോടൊപ്പം ഒരു നല്ല ജീവിതം ചേച്ചിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.